നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കി BJP. രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി 9 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന BJP കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം നൽകിയിരുന്നു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക BJP പുറത്തിറക്കിയിരിക്കുന്നു. 9 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു. പ്രമുഖർ ആരെല്ലാമാണ്? കൂടുതൽ വിവരങ്ങൾ ജിഷ്ണു. വിനോദ, ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കുകയാണ് BJP. ഇതിന്റെ ഭാഗമായി ഇപ്പോൾ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്നലെ രാത്രിയോടുകൂടിയാണ് പുറത്തിറക്കിയിട്ടുള്ളത്. 29 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് BJP രണ്ടാം ഘട്ടത്തിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം 2 ദിവസങ്ങൾക്ക് മുൻപേ നടത്തിയിരുന്നു. അതിലും 29 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയായിരുന്നു പ്രഖ്യാപിച്ചത്. അത്തരത്തിൽ 70 നിയമസഭാ മണ്ഡലങ്ങളുള്ള ഡൽഹിയിൽ 58 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ BJP ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഒപ്പം ആം ആദ്മി ഇതിനു മുൻപേ തന്നെ മുഴുവൻ മണ്ഡലങ്ങളിലേക്കുമുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ വാദപ്രതിവാദങ്ങൾ ഓരോ ദിവസവും വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നേതാക്കൾ പരസ്പരം വാദപ്രതിവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങളാണ് രാജ്യതലസ്ഥാനത്ത് നടക്കുന്നത്. ഇന്ന് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ മണിക്കൂറിൽ BJP ഉന്നയിക്കുന്നത് ആം ആദ്മിയും ആം ആദ്മി നേതാക്കളും റോഹിംഗ്യൻ മുസ്ലിമുകൾ ഉൾപ്പെടെ അനധികൃത കുടിയേറ്റക്കാരെയും സഹായിക്കുന്നതിന്, അവരെ അനധികൃതമായി സംരക്ഷിക്കുന്നതിന് തയ്യാറെടുക്കുന്നു എന്നുള്ള ആരോപണമാണ് BJP നേതാക്കൾ മുൻപോട്ട് വെച്ചിട്ടുള്ളത്. ആം ആദ്മി നേതാവ് അമാനത്തുള്ള ഖാന്റെ വീഡിയോ ഇതിന്റെ തെളിവായി BJP ഇപ്പോൾ ഈ നിമിഷം പുറത്തുവിട്ടിട്ടുണ്ട്. റോഹിംഗ്യൻ മുസ്ലിമുകളോടും ഒപ്പം ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരോടും മനുഷ്യത്വപരമായി പെരുമാറണം, അവർക്ക് ജീവിക്കാനുള്ള അവസരം നൽകണം എന്നുള്ളതാണ് ആം ആദ്മി നേതാവ് അമാനത്തുള്ള ഖാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം, അനധികൃതമായി രാജ്യത്തേക്ക് എത്തുന്നവർ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ സമ്പാദിക്കുകയും ഇത്തരത്തിലുള്ള ആളുകളെ വോട്ട് ബാങ്കായി സംരക്ഷിച്ചുകൊണ്ട് മുൻപോട്ട് കൊണ്ടുപോകാൻ പശ്ചിമ ബംഗാളിലും ഒപ്പം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അതത് സംസ്ഥാന സർക്കാരുകൾ ശ്രമിക്കുന്നു എന്ന ആരോപണങ്ങളും അതിന്റെ തെളിവുകളും നേരത്തെ പുറത്തു വന്നിരുന്നു. അതിന് സമാനമായി ഡൽഹിയിൽ അനധികൃതമായി വോട്ടവകാശം നേടിയിട്ടുള്ള വ്യാജ തിരിച്ചറിയൽ രേഖകൾ സമ്പാദിച്ചിട്ടുള്ളവരെ സംരക്ഷിക്കാനാണ് ആം ആദ്മി സർക്കാർ ശ്രമിക്കുന്നത് എന്ന ആരോപണം ഈ മണിക്കൂറിൽ BJP മുൻപോട്ട് വെച്ചിട്ടുണ്ട്. ഡൽഹിയിൽ നിലവിൽ വലിയ വ്യാപകമായ പരിശോധന ഈ അനധികൃത കുടിയേറ്റക്കാരെ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ സമ്പാദിച്ചവരെ കണ്ടെത്തുന്നതായി നടത്തിവരികയാണ്. അതിനിടയിലാണ് ആം ആദ്മി ഇത്തരക്കാർക്ക് സംരക്ഷിക്കണം എന്നുള്ളൊരു നിലപാട് മുൻപോട്ട് വെച്ചിട്ടുള്ളത്. അതിനെ ശക്തമായി തന്നെ BJP എതിർക്കുന്നു. ഒപ്പം കഴിഞ്ഞ കാലങ്ങളിൽ ആം ആദ്മി സർക്കാരിനെതിരെ ഉയർന്നിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ, പ്രത്യേകിച്ച് കെജ്രിവാളിനെതിരെ ഉയർന്ന മദ്യനയ അഴിമതി, കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുള്ള മദ്യനയത്തിൽ അഴിമതി നടന്നു എന്ന് വ്യക്തമാക്കിയിട്ടുള്ള CAG റിപ്പോർട്ട്, ഇവയെല്ലാം ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് രാജ്യ തലസ്ഥാനത്ത് BJPയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോകുന്നത്. മത്സരമാണ് ഡൽഹിയിൽ നടക്കാൻ പോകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയാണ് BJP പുറത്തിറക്കിയത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ.